അഡ്വക്കേറ്റ് ജയസൂര്യൻ നോക്കൂ, ഇപ്പം പാലക്കാടിന് ജനപ്രതിനിധി ഇല്ല നിയമസഭയിൽ. അപ്പോൾ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തം BJPയിലും നിക്ഷിപ്തം അല്ലേ? കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2ാം സ്ഥാനത്ത് വന്നതാണ്. സ്വാഭാവികമായി എന്തായിരിക്കും മറ്റൊരു സംവിധാനം? കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്. പാലക്കാട്ടുകാർ എന്തിന് ഈ വിഴുപ്പ് പേറണം എന്ന ഹരിദാസിൻ്റെ ചോദ്യം ഏറെ പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് പൊതുവെ ഇത്തരം കേസുകൾ വരുമ്പോൾ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്ത് ഒന്നും വേണ്ട. ഇപ്പൊ ശ്രീ ഹരിദാസ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. താങ്കളത് ശ്രദ്ധിച്ചില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അതിനിടയിൽ അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് പോയി. അദ്ദേഹം സംസാരിക്കുകയാണ് ഇപ്പോൾ. താങ്കളിലേക്ക് ഞാൻ വരാം. ഓക്കെ, അഡ്വക്കേറ്റ് ജയസൂര്യൻ തുടരാം. അപ്പൊ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ LDF ആണെങ്കിലും UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഉയർത്തുന്ന ചോദ്യം സമാനമാണ്. ഇതേപോലെയുള്ള സ്ത്രീപീഡന കേസുകൾ, ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഈ രണ്ട് മുന്നണികളും രണ്ട് പാർട്ടികളും ചോദിക്കുന്ന ചോദ്യം ഒരേ ചോദ്യം തന്നെയാണ്. തെളിവ് ഉണ്ടോ? രണ്ടാമത്തേത് പരാതി ഉണ്ടോ? കേസ് ഉണ്ടോ? FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഈ ചോദ്യം മറ്റൊരു നിഷ്കളങ്കമായ ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു ഭീഷണിയുണ്ട്. ആരാണ് തെറ്റ് ചെയ്യുന്നത്? ഒരാന നടന്നു പോകുന്ന വഴിയിൽ ഒരു ചിതൽപുറ്റ് ചവിട്ടി അരച്ചാണ് കടന്നു പോകുന്നതെങ്കിൽ ചിതൽപുറ്റിൽ അകപ്പെട്ട ചിതലുകൾക്ക് നിലവിളിക്കാനേ പറ്റൂ. അങ്ങനെ നിലവിളിക്കുന്ന ചിതലുകളുടെ ശബ്ദമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ സ്ത്രീകള് അല്ലെങ്കിൽ പെൺകുട്ടികള്, പാർട്ടി പ്രവർത്തകരുടെ ഭാര്യമാര്, സഹോദരിമാര് അല്ലെങ്കിൽ സഹപ്രവർത്തകര്, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതിയുണ്ട് എന്നവർ പറയുമ്പോൾ ആ പരാതി നിങ്ങൾ എന്തുകൊണ്ട് കേസാക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല? പോലീസിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് റിട്ടൺ പെറ്റീഷൻ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന സാങ്കേതികമായ ചോദ്യം CPM-നും ചോദിക്കാം, കോൺഗ്രസിനും ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിതലുകൾ എതിരിടുന്നത് ആനയോടാണ്. ഇന്നലെ വരെ ഭരിച്ച കോൺഗ്രസ്, ഇന്ന് ഭരിക്കുന്ന CPM, മാറി മാറി ഭരിച്ച 50-60 വർഷത്തിന്റെ ചരിത്രമുള്ള കേരളം, ഇവരൊക്കെ കരുത്തരാണ്. ഇവരോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയാൽ ആരാണ് കൂടെ നിൽക്കുന്നത്? ഇവരുടെ പോലീസ്, ഇവർ വെച്ചിരിക്കുന്നതായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, ഇവരുടെ കാലഘട്ടത്തിലൂടെ മാത്രം കടന്നു വന്നിട്ടുള്ള നീതി നിർവഹണ സംവിധാനം, അന്വേഷണ സംവിധാനങ്ങൾ, ഇവരൊക്കെ കൂടി വേട്ടയാടി ഈ പറയുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി എങ്ങനെ ലഭിക്കും എന്ന ഭീതിതരമായിട്ടുള്ള ഒരു ചോദ്യം ഈ പെൺകുട്ടികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മനസ്സിൽ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് നിർഭയമായിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയാത്തത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറയുന്ന രണ്ട് പക്ഷത്തെ ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തുനിന്ന് പീഡനം അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ അവരെങ്ങോട്ടാണ് പോകേണ്ടത്? അവർ പ്രതിപക്ഷത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഭരണപക്ഷമാണ്. കോൺഗ്രസിന്റെ പ്രതിപക്ഷം ഇവിടുത്തെ ഭരണപക്ഷമാണ്. ആ ഭരണപക്ഷത്തിന്റെ കയ്യിൽ പോലീസും സംവിധാനങ്ങളും അധികാരവും എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് പോകുന്നില്ല? കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ആക്രമണം ഉണ്ടായി, കോൺഗ്രസ് നേതാവ് ഞങ്ങളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ കളിയാക്കി, അല്ലെങ്കിൽ ഞങ്ങളെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ അവഹേളിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരു ഭരണകൂടം മറുവശത്ത് വേണ്ടേ? അവർക്ക് വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണി വേണ്ടേ? അവർക്ക് വിശ്വാസമില്ല. കാരണം പീഡനം അളക്കുന്നതിന് യന്ത്രവുമായിട്ടിരിക്കുന്ന നേതാക്കന്മാരും എല്ലാ ദിവസവും പീഡന അളക്കൽ പരിപാടിയിൽ നടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് പോയിട്ട് എങ്ങനെയാണ് പരാതി കൊടുക്കുക? അതുകൊണ്ട് ഈ രക്ഷ ഇല്ലാത്ത ഒരു സമൂഹമായി കേരളത്തിലെ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുടരുകയാണ്. അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരമ്പരയായിട്ടുള്ള പീഡനങ്ങൾ, ആക്ഷേപങ്ങൾ, ഇത്തരം കാര്യങ്ങൾ തുടരുകയാണ്. അതുകൊണ്ടാണ് BJP പാലക്കാട് ശക്തമായിട്ടുള്ള സാന്നിധ്യമായ BJP പറയുന്നത്, BJPക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. അനിൽ നമ്പ്യാർ ചോദിച്ച, അതുപോലെ തന്നെ ഹരിദാസ് സാർ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. പാലക്കാടുകാർ ഈ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാം, പാലക്കാട് ഈ ശ്രീധരനെ പോലെയുള്ളവർ മത്സരിച്ച സ്ഥലമാണ്. അദ്ദേഹത്തെ വരെ പരാജയപ്പെടുത്തിയതിനു ശേഷം പാലക്കാട്ടുകാർക്ക് കിട്ടിയ മുതലാണ് ഇപ്പോൾ അവർക്ക് നാണക്കേടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാടിന്റെ ചിന്ത BJP ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളോടൊപ്പം തന്നെ നിൽക്കാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നറിയാവുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാത്തത് MLA സ്ഥാനം. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം നമ്മൾ നോക്കുമ്പോൾ ഒരു പയ്യനാണ്. ഇപ്പൊ ഹരിദാസ് സാറൊക്കെ പറയുമ്പോഴും ഞാൻ പറയുമ്പോഴൊക്കെ ഒരു പയ്യനാണ്, കൊച്ചനാണ്, ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവരൊക്കെ വമ്പന്മാരാണ്. എന്താണെന്നറിയാമോ? എന്നെ MLA സ്ഥാനം രാജിവെപ്പിച്ചാൽ ഞാൻ കുറെ MLA-മാരെ രാജിവെപ്പിക്കാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറയാനുള്ള കരുത്ത് രാഹുലിനുണ്ടെങ്കിൽ LDF മിണ്ടില്ല, UDF മിണ്ടില്ല, കോൺഗ്രസും മിണ്ടില്ല, CPM മിണ്ടില്ല.
കാരണം കോൺഗ്രസിന്റെയും CPM-ന്റെയും LDF-ന്റെയും UDF-ന്റെയും നിരവധി MLA-മാരുടെ ഇത്തരം കാര്യങ്ങളിലെ തെളിവ് രാഹുലിന്റെ കൈവശം എത്തിച്ചിട്ടുണ്ട് അതാത് പാർട്ടിയിലെ പ്രതിപക്ഷങ്ങൾ. എങ്കിൽ രാഹുലിനെ രാജിവെപ്പിക്കാൻ കഴിയില്ല. LDF നോക്കിയാലും കഴിയില്ല, UDF നോക്കിയാലും കഴിയില്ല. അത്തരമൊരു ട്രാപ്പിലാണ് ഇന്ന് LDF-ഉം UDF-ഉം ചെന്ന് പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു അഹങ്കാരത്തിന്റെ കൊടുമുടിയിലെ ചില്ലുകൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്. കല്ലെറിഞ്ഞാൽ പൊട്ടുന്നത് സ്വന്തം ചില്ലുകൊട്ടാരങ്ങൾ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് രാഹുലിന്റെ കാര്യത്തിൽ LDF-ഉം UDF-ഉം CPM-ഉം കോൺഗ്രസും ഒരുപോലെ മൗനം പാലിക്കുന്നത്. ഇവിടുത്തെ സ്ത്രീപക്ഷ സംഘടനകൾ ഇവിടെ പോയി. ഇവിടെ എന്തെല്ലാം മനുഷ്യാവകാശ സംഘടനകൾ ഉണ്ടായിരുന്നു? എവിടെ പോയി സാംസ്കാരിക നായകന്മാർ? എവിടെ പോയി ബുദ്ധിജീവികൾ? എവിടെ പോയി നിഷ്പക്ഷർ? എന്തെല്ലാം കാര്യത്തിന് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കും. വടക്കേ ഇന്ത്യയിലോ UP-യിലോ ബീഹാറിലോ ഒറീസയിലോ അതല്ലെങ്കിൽ ഗുജറാത്തിലോ ഒക്കെ ആണെങ്കിൽ കേരളം എടുത്ത് തിരിച്ചു മറിച്ചു വെക്കുമായിരുന്നു. ഇപ്പൊ ആരെയും കാണാനില്ലല്ലോ, എല്ലാവരും മരിച്ചുപോയല്ലോ. എന്താ മരിച്ചു പോകാൻ കാരണം? പൊന്നുതമ്പരാക്കന്മാരുടെ ഇടയിലാണ് സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ അന്നദാതാക്കന്മാരായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾക്കൊക്കെ അവാർഡ് തരുന്ന, ഞങ്ങൾക്കൊക്കെ പുരസ്കാരങ്ങൾ തരുന്ന, ഞങ്ങൾക്കൊക്കെ അംഗീകാരം തരുന്ന, ഞങ്ങൾക്കൊക്കെ വേദി തരുന്ന, ഞങ്ങളൊക്കെ എഴുതുന്നതൊക്കെ പ്രസിദ്ധീകരിക്കുന്ന, അവാർഡ് തരുന്ന LDF-ഉം UDF-ഉം അവരുടെ കൊച്ചു തമ്പരാക്കന്മാർ എന്ത് ചെയ്താലും നിശബ്ദതയാണ് ഫലം. അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഭീകരമായ നിശബ്ദത. ഈ ഭീകരമായ നിശബ്ദത കേരളത്തിനാണ് നഷ്ടമുണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് ഇവിടെ LDF-ഉം UDF-ഉം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഓർമ്മ. ആ ഓർമ്മയാണ് BJP പാലക്കാട് ഉയർത്തുന്നത്. ആ ഓർമ്മ ഉള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാത്തത്, രാജിവെപ്പിക്കാത്തത്. ഓക്കെ, അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഹുലിനെ ഭയക്കുന്നില്ലേ? അതല്ലേ യാഥാർത്ഥ്യം? അല്ല, ആര് ഭയക്കുന്നു? എന്തിനു ഭയക്കുന്നു? അല്ല, നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കയ്യിൽ പല ആയുധങ്ങളും ഉണ്ട്. സമയം വരുമ്പോൾ ഈ ക്ലിപ്പുകളൊക്കെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി എന്നെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചാൽ, MLA സ്ഥാനം രാജിവെപ്പിക്കാൻ ശ്രമിച്ചാൽ പലരുടെയും തലയുരുളും എന്ന് രാഹുൽ ഒരുപക്ഷെ ചിന്തിച്ചു കാണും. അതിനനുസരിച്ചുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ സസ്പെൻഷൻ ആക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി ഉയർന്നേനെ. കാരണം ഇതുവരെ അങ്ങനെ ഒരു പ്രസിഡൻസ് ഇല്ല. ഈ നോക്കൂ, ഇവിടെ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല തെളിവുകളുമുണ്ട്, ശബ്ദിക്കുന്ന തെളിവുകളാണുള്ളത്. അപ്പോൾ അത് നമുക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് MLA സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഗ്രാഫ് ഉയരില്ലേ? നല്ലൊരു ഗോൾഡൻ ചാൻസ് അല്ലേ വന്നിരിക്കുന്നത്? അല്ല, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഉയർന്നിരിക്കുന്നത് ആരോപണങ്ങളാണ്. അപ്പൊ അങ്ങ് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, രാഹുലിനെതിരെ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വേറെ ക്ലിപ്പിങ്ങുകളും വരട്ടെ. അല്ല, അങ്ങനെ ക്ലിപ്പിംഗ്സുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരട്ടെ എന്നേ. കാരണം ഇത് ഒന്നുകിൽ അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകട്ടെ. കാരണം ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള ക്ലിപ്പിങ്ങുകളെല്ലാവരും പുറത്തിറക്കട്ടെ. ഇറക്കട്ടെ. അപ്പോ സംശുദ്ധമായ രാഷ്ട്രീയം, അപ്പം യഥാർത്ഥ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിലെ ഈ എന്താ പറഞ്ഞ മൂടുപടം അണിഞ്ഞിട്ടുള്ള അവരും അത് പുറത്തു വരട്ടെ. അത് പുറത്തു വന്നേ മതിയാവും. അല്ലാതെ ഇത് എത്ര കാലം നമുക്ക് സേനാപതിയോട് താങ്കൾക്ക് പറയാം, പക്ഷേ എല്ലാ നേതാക്കന്മാരും ഇങ്ങനെ വന്നോട്ടെ എന്ന് പറയില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അതുപോലെ പറയാൻ ആർജവമുള്ളവരുടെ ഒരു പാർട്ടിയായും അതുപോലെ പറയാൻ ആർജവമുള്ളവരുടെ ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറണം. സമൂഹത്തിൽ ഹരിദാസ് സാർ പറഞ്ഞ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, രാഷ്ട്രീയത്തിന്റെ മറവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം ആർക്കെങ്കിലും ധനസമ്പാദനത്തിനോ അതല്ല എങ്കിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ളതോ അല്ല. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മുടെ മുൻഗാമികൾ എത്രയോ ത്യാഗങ്ങളൊക്കെ സഹിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പൊ ആ രാഷ്ട്രീയ സംവിധാനത്തെ ആരെങ്കിലും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് കാലത്തിന്റെ ഒരു കാവ്യനീതിയും കൂടിയാണ്. അവർ പുറത്തു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പിന്നെ പാലക്കാട്ട് ബി ജെ പിക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അതിനെയൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ BJP-ക്കാരുടെ ആരുടെ വോട്ട് കൊണ്ടല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. നിങ്ങൾക്ക് വേണ്ടത് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന് ഇനിയിപ്പോൾ അവിടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇനി MLA-യുടെ എന്താ പറഞ്ഞ അദ്ദേഹത്തെ പുറത്തിറക്കാൻ പറ്റാതെ അവിടെ എങ്ങനെ MLA-യുടെ കാര്യങ്ങൾ നടത്തും എന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ സംവിധാനത്തിൽ നടന്നു പോകുന്നു. ഇപ്പൊ ഞങ്ങളുടെ
തൊട്ടായ ഒരു വാക്കോടെ പറഞ്ഞോണ്ട് നിയോജക മണ്ഡലം പീരിമേട്ടിൽ വാഴൂർ സോമൻ MLA മരണപ്പെട്ടു. അവിടെ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരികയോ വരാതിരിക്കുകയോ അവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ സംവിധാനങ്ങൾ നടന്നു പോകുമല്ലോ. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ ഭയപ്പെടുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഭയപ്പെടുന്നു എന്ന ഒരു പുതിയ നറേറ്റീവ്, അതുകൊണ്ടാണ് നടപടികൾ സ്വീകരിക്കാത്തത് എന്നുള്ളതല്ല. അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകളും അതോടൊപ്പം തന്നെ നിയമ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹം മറ്റ് തുടർ നടപടികൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.